കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡിലെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ദിവ്യയും സിദ്ധാർത്ഥും കൂടി നിധിയെ പ്രാങ്ക് ചെയ്ത് അവളുടെ ബർത്ത്ഡേ കേക്ക് മുറിച്ച് ആഘോഷിക്കുകയാ. രാത്രിയാവുമ്പോൾ നീതു ഹരീഷിനെ വിളിച്ച് അവരുടെ ഭാവിയെക്കുറിച്ചും ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ചുമെല്ലാം സംസാരിക്കുക. നമുക്ക് കുട്ടികളൊന്നും വേണ്ടെന്നും ഇപ്പോഴത്തെ ജെൻസി പിള്ളേർക്ക് കുട്ടി വൈബല്ല പട്ടി വൈബാണ് ഇഷ്ടമെന്നും അവയെ എങ്ങോട്ടും കൂടെ കൊണ്ട് നടക്കാമെന്നും യാതൊരു റിസ്ക്കുമില്ലെന്നും നീതു പറയുന്നത് കേട്ട് ഹരീഷിനും ചിരി വരികയാ. പ്രഗ്നന്റ് ആവുന്നത് മുതൽ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് വരെയുള്ള റിസ്കുകളെല്ലാം നീതു വിവരിക്കുന്നുണ്ട്. ഹരീഷ് അത് കേട്ട് ചിരിക്കുമ്പോഴേക്കും അഖിൽ അവളുടെ റൂമിന്റെ ഡോറിനരികിൽ വന്ന് അവൾ സംസാരിക്കുന്നത് നോക്കി നിൽപ്പാ. നമുക്ക് കുട്ടികളൊന്നും വേണ്ട, പട്ടി വൈബുമായി ജോളിയായി അങ്ങ് ജീവിക്കാം എന്ന് നീതു പറയുന്നത് കേൾക്ക് അഖിൽ ദേഷ്യത്തോടെ അവളെ ഒരു ചവിട്ട് വെച്ച് കൊടുക്കുകയാ. അവളുടെ നിലവിളി ശബ്ദം മൊബൈലിലൂടെ കേൾക്കുന്ന ഹരീഷും പരിഭ്രമത്തോടെ ഹലോ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് നീതു അഖിലിനോട് ദേഷ്യപ്പെടുകയാ. ചേട്ടൻ എന്തിനാ ഇങ്ങോട്ട് കയറിയത്? ഇത് എന്റെ റൂമാ, പുറത്തു പോ എന്നവൾ ദേഷ്യത്തോടെ ചോദിക്കേ. നാണമുണ്ടോടി നിനക്ക് ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ ഓരോന്ന് സംസാരിക്കാൻ എന്ന് അഖിലും ചോദിക്കുക. എന്ത് വൃത്തികെട്ട രീതിയിൽ സംസാരിച്ചു എന്നാ? ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ഹരീഷിനോട് ഞങ്ങളുടെ ഭാവിയെക്കുറിച്ച് സംസാരിച്ചതാ. ഇയാൾ പുറത്തു പോയെന്ന് പറഞ്ഞ് നീതു അവനെ റൂമിൽ നിന്ന് പുറത്തേക്ക് തള്ളി ഡോർ അടയ്ക്കുകയാ. വീണ്ടും അവൾ കോളെടുത്ത് സോറി ഹരീഷേ എന്ന് പറയേ എവിടെ പോയിരുന്നുവെന്ന് ഹരീഷൻ ചോദിക്കുന്നുണ്ട്. എന്റെ ചേട്ടൻ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നു എന്ന് നീതു പറയേ. നിന്റെ ചേട്ടനെല്ലാം കേട്ടോ എന്ന് ഹരീഷൻ ചോദിക്കുക. അവനോട് പോവാൻ പറ, ലവിനെ കുറിച്ച് ആ തടിമാടൻ എന്തറിയാം? അല്ല ഞാൻ എവിടെയാ പറഞ്ഞു നിർത്തിയത് എന്ന് പറഞ്ഞ് നീതു വീണ്ടും അവനോട് പ്രണയത്തോടെ സംസാരിക്കാനായി തുടങ്ങുകയാ. അഖിലും ദേഷ്യത്തോടെ അമ്മയെ വിളിച്ച് പറയുന്നുണ്ട്, കണ്ടോ അവള് ഈ രാത്രിയിൽ ആ ഹരീഷിനെ വിളിച്ചോണ്ടിരിക്കുക എന്ന് പറയേ. എത്ര പറഞ്ഞാലും അവൾക്ക് മനസ്സിലാവില്ലെന്ന് അമ്മയും. അവൾ അവനെ വിളിച്ച് കുട്ടികളൊന്നും വേണ്ട, നമുക്ക് ജോളിയായി ജീവിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. നാണമില്ലാതെ ഇങ്ങനെ വൃത്തികെട്ട രീതിയിലൊക്കെ സംസാരിക്കുന്നത് ഞാൻ ചോദിക്കാൻ ചെന്നപ്പോൾ എന്നെ പുറത്താക്കി വാതിലടച്ചു എന്ന് ചോദിക്കേ. എന്തിന്? ഡോർ അടച്ച് ഇനിയും അകത്തിരുന്ന് സംസാരിക്കുകയാണോ എന്ന് അമ്മയും ചോദിക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം, അങ്ങോട്ട് പോയി ചോദിക്കുന്ന അഖിൽ പറയുമ്പോഴേക്കും അമ്മ അങ്ങോട്ട് ചെന്ന് അവളുടെ ഡോറിൽ മുട്ടി വിളിച്ച് കതക് തുറക്കാനായി പറയുന്നുണ്ട്. അത് കേൾക്കെ അവളും ഹരീഷിനോടായി ശരി ഹരീഷേ, ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് ഇവിടെ, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് അവൾ കോൾ വെക്കുകയാണ്. കതക് തുറക്കുന്നുണ്ടോ ഇല്ലയോ എന്നമ്മ വീണ്ടും ചോദിക്കുമ്പോഴേക്കും അവൾ ചെന്ന് കതക് തുറക്കുകയാണ്. എന്താ കാര്യം, എന്തിനാ നിങ്ങൾ ഡോറിൽ തട്ടിക്കൊണ്ടേ ഇരുന്നത് എന്നവൾ ദേഷ്യത്തോടെ ചോദിക്കേ. ആ ഹരീഷിനെ വിളിച്ച് നീ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടും നീ അവനെ വിളിച്ച് കുട്ടികളെ പറ്റിയൊക്കെ സംസാരിക്കുന്നു എന്നമ്മ ചോദിക്കേ. അഖിലിനെ ദേഷ്യത്തോടെ എന്ന് നോക്കിക്കൊണ്ട് ഇവൻ വന്നു പറഞ്ഞോ എന്ന് അവളും ചോദിക്കുന്നുണ്ട്. എന്താ നീ ഇനി അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറയാൻ പോവാണോ എന്ന് അഖിലും ചോദിക്കുക. ഞാൻ ഹരീഷിനെ കല്യാണം കഴിക്കാൻ പോവുകയാ, അവനെ വിളിച്ച് ഫ്യൂച്ചർ പ്ലാനിങ്ങിനെ പറ്റി പറയുന്നതിൽ എന്താ തെറ്റ് എന്നവൾ ചോദിക്കെ. അമ്മയും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, ഇത്രയ്ക്ക് വിവരമില്ലടി നിനക്ക്? അവനെ കാണാനോ സംസാരിക്കാനോ പാടില്ലെന്ന് ഞങ്ങൾ 3 പേരും പലതവണ പറഞ്ഞിട്ടും നിന്റെ തലയിലേക്ക് അതൊന്നും കയറുന്നില്ലേ എന്നമ്മ ചോദിക്കേ. ഞാൻ കേൾക്കില്ലെന്ന് അറിഞ്ഞൂടെ, പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെ വഴക്കിടുന്നേന്ന് അവളും ചോദിക്കുന്നുണ്ട്. ഇവളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലമ്മേ, എത്ര ധൈര്യത്തിലാ സംസാരിക്കുന്നത് കണ്ടില്ലേ എന്ന് അഖിലും ചോദിക്കുന്നുണ്ട്. അതേടാ, അങ്ങനെ തന്നെ സംസാരിക്കും, നീ എന്തു ചെയ്യുമെന്ന് നീതു ചോദിക്കുമ്പോഴേക്കും അഖിലും അവിടെ നിന്ന് എഴുന്നേറ്റ് അമ്മേ ഇവളോട് പറഞ്ഞിട്ടൊന്നും ഒരു പ്രയോജനവുമില്ല എന്ന് അഖിൽ പറയേ. 2 എണ്ണം അങ്ങോട്ട് പൊട്ടിക്കെന്ന് അമ്മയും പറയുന്നുണ്ട്. നിനക്കവനെ കല്യാണം കഴിക്കണം, കുട്ടികൾ ഉണ്ടാവണം അല്ലേ എന്ന് ചോദിച്ച് അഖിൽ അവളെ അടിക്കാനായി തുടങ്ങുമ്പോഴേക്കും തടുക്കാൻ ശ്രമിച്ചുകൊണ്ട് അവളും അടി കൂടുകയാ. അമ്മയും അവളെ പിടിച്ചു മാറ്റി നിർത്തടി, അത് നിന്റെ ചേട്ടനാ, അവൻ തല്ലിയാ തിരിച്ചു തല്ലുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ അവൻ എന്നെ അടിച്ചു, അപ്പോ നിങ്ങളത് ചോദിച്ചോ? അനിയത്തെ അടിച്ചപ്പോ ചോദിച്ചോ നിങ്ങൾ? അവനെ അടിച്ചപ്പോ ചോദിക്കാൻ വരുന്നോ എന്നൊന്നും ഇത് ചോദിക്കുന്നത് ഇഷ്ടമാവാതെ അമ്മ ചൂലെടുത്തു കൊണ്ടുവന്ന് അവളെ പൊതിരെ തല്ലുകയാ. അമ്മയുടെ കയ്യിൽ നിന്ന് ചൂല് തട്ടിമാറ്റിക്കൊണ്ട് അവളും റൂമിൽ കയറി ഡോർ അടയ്ക്കുകയാ. അവൾ സങ്കടത്തോടെ കട്ടിലിൽ ചെന്നിരിക്കുമ്പോഴേക്കും വാതിൽ തുറക്ക്, പുറത്തിറങ്ങടി എന്ന് പറഞ്ഞ് അഖിൽ ഡോറിൽ കിടന്ന് ചവിട്ടി ബഹളം വയ്ക്കുന്നുണ്ടെങ്കിലും നീതു ദേഷ്യത്തോടെ കട്ടിലിൽ തന്നെ ഇരിപ്പാ. പിന്നീട് ഒരു ഗ്രൗണ്ടിൽ നിധിയെ ലൈസൻസ് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യിക്കാനായി തുടങ്ങുകയാ സുധീഷ്. അവൻ സെറ്റ് ചെയ്യുന്നതെല്ലാം നോക്കി സ്കൂട്ടിയിൽ ഇരിക്കുകയായിരുന്ന നിധിയും നിങ്ങളെപ്പോലൊരു ഫ്രോഡിനെ ഞാൻ എന്തിനു ലവ് ചെയ്യണം എന്നൊക്കെ അവനോട് ദേഷ്യപ്പെട്ടതോർത്ത് അവനെ തന്നെ നോക്കിയിരിക്കുക. പ്രാക്ടീസിനുള്ളതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് സുധീഷും നിധിയുടെ അരികിലേക്ക് വന്ന്, നിധി ഇതുപോലൊരു ഗ്രൗണ്ടിലാണ് RTO ടെസ്റ്റ് നടത്തുക, അവിടെ ഇതുപോലെയല്ല നിറയെ ആൾക്കാരുണ്ടാവും, അതുകൊണ്ട് നിധി ശ്രദ്ധിച്ചോടിക്കണം എന്ന് പറഞ്ഞ് നിധിക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക. ഇവിടെയാണ് RTO നിൽക്കുക, ടെസ്റ്റിനുള്ളവരെല്ലാം അപ്പുറത്ത് നിൽക്കണം, ആദ്യം സ്ട്രെയിറ്റ് ആയി ഓടിക്കാൻ പറയും, പിന്നീടാണ് 8 ഇടാനായി പറയുന്നത്. ഇപ്പൊ നിധി 8 ഇടാനൊന്ന് പ്രാക്ടീസ് ചെയ്യ എന്നവൻ പറയേ. നിധി അത് സമ്മതിക്കുക. ആ വെച്ച കോണുകൾക്കിടയിലൂടെ 8 ഇട്ട് പ്രാക്ടീസ് ചെയ്യുക ചെല്ലെന്ന് സുധീഷ് പറയേ. നിധി ടെൻഷനോടെ അവനെ ഒന്ന് നോക്കി വണ്ടി എടുക്കുക.
പ്രാക്ടീസ് ചെയ്യുന്നതിനിടയിൽ ഇടയ്ക്കവൾ കാല് നിലത്ത് കുത്തുമ്പോഴേക്കും എന്താ നിധി, കാല് നിലത്ത് കുത്തരുതെന്ന് സുധീഷ് വിളിച്ച് പറയുന്നുണ്ട്. കാല് തറയിൽ ചവിട്ടാതെ ബാലൻസ് ചെയ്ത് വണ്ടി ഓടിക്കണം. ശരി, കുഴപ്പമില്ല, നിധി ഓടിച്ചു നോക്ക് എന്നവൻ പറയേ നിധിയും ടെൻഷനോടെ വണ്ടി ഓടിച്ച് അവന്റെ അരികിലേക്ക് എത്തുന്നുണ്ട്. അവനും അവളോടായി പറയുക, നിധിക്ക് വണ്ടി ഓടിക്കാൻ പേടിയുണ്ട്, ഒന്ന് റിലാക്സ് ആയി വണ്ടി ഓടിക്ക്, ബ്രേക്കും സ്പീഡും മാത്രം കറക്റ്റ് ആയാൽ മതി. ഓക്കെ എന്ന് സുധീഷ് പറയേ, അത് RTO എല്ലാം ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞില്ലേ, അതാ എനിക്ക് പേടി വന്നതെന്ന് നിധിയും പറയുക. അതൊന്നും പ്രശ്നമില്ല, നിധി ധൈര്യമായി ഓടിച്ചാൽ മതി. എത്രത്തോളം കോൺഫിഡന്റ് ആയി ഓടിക്കുന്നുവോ അത് വെച്ചാണ് വണ്ടി ഓടിക്കാൻ നിധിക്ക് അറിയാമോ ഇല്ലയോ എന്ന് അവർ ചെക്ക് ചെയ്യുന്നത്. ഇനി ഒരു തവണ കൂടി 8 ഇടെന്ന് പറഞ്ഞ് അവനവളെ വീണ്ടും പറഞ്ഞയക്കുക. രണ്ടാമത്തെ തവണയും അവൾ ഇടയ്ക്ക് കാല് നിലത്ത് ചവിട്ടുമ്പോഴേക്കും ബാലൻസ് ചെയ്ത് വണ്ടി ഓടിക്കുന്ന സുധീഷ് വിളിച്ചു പറയുന്നുണ്ട്. വീണ്ടും ടെൻഷനോടെ വണ്ടി ഓടിച്ച് അവൾ 8 കഴിയുമ്പോഴേക്കും സുധീഷും അവൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ടെൻഷനോടെ നോക്കി നിൽപ്പാ. അവൾ അത് കഴിഞ്ഞ് സുധീഷിന്റെ അരികിൽ തിരിച്ചെത്തുമ്പോഴേക്കും നിധി ഇറങ്ങ്, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് സുധീഷ് അവൾക്ക് വണ്ടി ഓടിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു തവണ കൂടി പ്രാക്ടീസ് ചെയ്യാനായി പറഞ്ഞ് സുധീഷും അവളുടെ പുറകിലേക്ക് കയറിയിരിക്കുമ്പോഴേക്കും സുധീഷിന്റെ നിർദ്ദേശങ്ങൾക്കൊപ്പം അവൾ വണ്ടി ഓടിച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും ശരിയായില്ലെന്ന് കണ്ട് സുധീഷ് വീണ്ടും അവളെ കൊണ്ട് വണ്ടി ഓടിച്ച് അവളുടെ പുറകിൽ വണ്ടി ബാലൻസ് ചെയ്ത് പിടിച്ച് നടന്ന് അവളെ പ്രാക്ടീസ് ചെയ്യിക്കുക. വണ്ടി നിർത്തി നിധി വീണ്ടും പരിഭ്രമത്തോടെയും ടെൻഷനോടെയും ഇരിക്കെ സുധീഷ് അവൾക്ക് കുടിക്കാനായി വെള്ളം എടുത്തു കൊടുക്കുന്നുണ്ട്. സുധീഷും അവളുടെ മുഖത്ത് പോലും നോക്കാതെ ടെൻഷനോടെ നിൽപ്പാ. അത് ശ്രദ്ധിച്ച നിധിയും സുധീഷിനോട് സോറി പറഞ്ഞ് ഞാൻ നന്നായി കഷ്ടപ്പെടുത്തുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുക. അതൊന്നും പ്രശ്നമില്ല, നാളെ RTOയുടെ മുന്നിൽ ഓടിക്കുന്നതോർത്തുള്ള ടെൻഷനാ നിധിക്ക്, അതാ ഇടയ്ക്കിടെ കയ്യിന്ന് പോകുന്നത്. ഇനി 2-3 തവണ കൂടി പ്രാക്ടീസ് ചെയ്താൽ റെഡിയാവും എന്ന് സുധീഷ് പറയേ. കുറെ സമയം ഓടിച്ചു കാണിക്കണോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ഇല്ല, ഒരു 5 മിനിറ്റ് കൊണ്ട് തീരും, ആ സമയത്ത് നന്നായി ഓടിച്ചാൽ മതി എന്ന് സുധീഷ് പറയേ. നന്നായി ഓടിച്ചില്ലെങ്കിൽ ലൈസൻസ് കിട്ടില്ലല്ലേ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ലൈസൻസ് ഒന്നും കിട്ടില്ല, പക്ഷേ അതൊന്നും പ്രശ്നമില്ല, നിധി ഓടിക്ക്, ധൈര്യമായി ഓടിച്ചു നോക്ക്, ഒരു റൗണ്ട് കൂടി പോയി വാ എന്ന് പറഞ്ഞ് വീണ്ടും അവൻ അവളെ പ്രാക്ടീസ് ചെയ്യാനായി വിടുകയാ. പിന്നീട് അവൾ വണ്ടി നിർത്തുമ്പോഴേക്കും അവളോട് റെസ്റ്റ് എടുക്കാനായി പറയുക സുധീഷ്. ആകെ തളർച്ചയോടെ അവൾ ഒരിടത്ത് മാറിയിരിക്കുമ്പോഴേക്കും സുധീഷും അവളുടെ അപ്പുറത്ത് തന്നെ വന്നിരിക്കുന്നുണ്ട്. അവൾ ടെൻഷനോടെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സുധീഷിനെ ശ്രദ്ധിക്കുക. അവനും ഇടയ്ക്ക് അവളെ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നീട് RTO ടെസ്റ്റ് നടത്തുകയാ. നിധിയും സുധീഷും അവരുടെ ചാൻസിനായി വെയിറ്റ് ചെയ്യുക. ഒരു ലേഡി നല്ല രീതിയിൽ വണ്ടി ഓടിക്കാത്തത് കാണുമ്പോഴേക്കും RTO വിളിച്ച് പറയുന്നുണ്ട്, എന്താ ഇങ്ങനെയൊക്കെയാണോ ഓടിക്കുന്നതെന്ന്. അത് കേൾക്കെ നിധിക്കും ആകെ ടെൻഷൻ ആവുകയാ. വീണ്ടും ആ ലേഡി അതെല്ലാം തെറ്റിക്കുമ്പോഴേക്കും ഓടിക്കാൻ അറിയാതെ എന്തിനാ ലൈസൻസ് എടുക്കാൻ വരുന്നത്, നല്ല പോലെ പഠിച്ചിട്ട് വായെന്ന് അവരെ വഴക്കു പറഞ്ഞ് അടുത്തയാളെ വിളിക്കാനായി പറയുന്നുണ്ട് RTO. അടുത്തയാൾ ടെസ്റ്റിനായി ഇറങ്ങുമ്പോഴേക്കും നിധിയും പരിഭ്രമത്തോടെ സുധീഷിനോടായി പറയുന്നുണ്ട്, എനിക്ക് നല്ല പേടിയുണ്ടെന്ന്. സുധീഷും അവളെ ആശ്വസിപ്പിക്കുകയാ. ഇതൊന്നും കണ്ട് പേടിക്കാതെ, നമ്മൾ ഇന്നലെ പ്രാക്ടീസ് ചെയ്തതെല്ലാം ഓർത്തു വെക്കണം. ആ കോണെല്ലാം വെച്ചത് കണ്ടോ, അതെല്ലാം തട്ടി വീഴ്ത്താതെ, ലൈൻ കടന്ന് പുറത്തു പോവാതെ അതിനുള്ളിൽ കറക്റ്റായി വണ്ടി ഓടിക്കണം, അത്രയേ ഉള്ളൂ, ഈസിയാ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നിധി അപ്പോഴും ടെൻഷനോടെ നിൽപ്പാ. അവളുടെ ആ നിൽപ്പ് നോക്കി കൂടെയുള്ള തോമസ് ഏട്ടനെയും ഒന്ന് നോക്കി സുധീഷ് വീണ്ടും പറയുന്നുണ്ട്, പിന്നിലിരിക്കുന്ന RTOയോ അവിടെ കൂടി നിൽക്കുന്നവരെയോ ശ്രദ്ധിക്കരുത്, വണ്ടി നന്നായി ശ്രദ്ധിച്ചോടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടും നിധി ടെൻഷനോടെ തന്നെ നിൽപ്പാ. അത് ശ്രദ്ധിച്ച സുധീഷ് വീണ്ടും നിധിക്ക് സൂപ്പറായി വണ്ടി ഓടിക്കാൻ അറിയും, പേടിക്കാതെ നിൽക്ക് എന്ന് ആശ്വസിപ്പിക്കുമ്പോഴേക്കും നിധിയുടെ പേര് വിളിക്കുന്നുണ്ട്. അത് കേൾക്കെ തോമസ് ചേട്ടനും സുധീഷെ നമ്മുടെ പേരാ വിളിച്ചത്, ഞാൻ പോയി ഈ ഡോക്യുമെന്റ്സ് എല്ലാം കൊടുക്കട്ടെ, നീ അവളെ റെഡിയാക്കെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവുകയാ. പരിഭ്രമത്തോടെ നിൽക്കായിരുന്ന നിധിയെ വിളിച്ച് നിധി നമ്മളെയാ വിളിച്ചത്, വാ പോവാം, നോക്ക്, പേടിക്കരുത്, കോൺഫിഡന്റ് ആയി ഓടിക്കെന്ന് പറഞ്ഞ് അവളുടെ വണ്ടി അങ്ങോട്ട് കൊണ്ടുചെന്ന് നിർത്തുമ്പോഴേക്കും അവളും പരിഭ്രമത്തോടെ വണ്ടിയിലേക്ക് കയറുകയാ. അവളുടെ ടെൻഷനോടെ ഇരിപ്പ് കണ്ട് നിധി നോക്ക്, പേടിക്കാനൊന്നുമില്ല, ഓൾ ദി ബെസ്റ്റ്, കോൺഫിഡന്റ് ആയി ഓടിക്കെന്ന് പറഞ്ഞ് സുധീഷ് മാറി നിൽക്കുകയാ. നിധിയും പേടിയോടെ ഇരുന്ന് ശ്വാസമെല്ലാം വലിച്ചു വിടുമ്പോഴേക്കും ഓടിക്കാനായി പറ എന്ന് RTOയും വിളിച്ച് പറയുന്നുണ്ട്. നിധി ടെൻഷനോടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ഓടിക്കെന്ന് RTOയുടെ കൂടെയുള്ളവരും വിളിച്ച് പറയുന്നുണ്ട്. നിധി പേടിയോടെ സുധീഷിനെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും നിധി ഓടിക്കെന്ന് സുധീഷും വിളിച്ച് പറയുകയാ. നിധിയും ആകെ പരിഭ്രമത്തോടെ വണ്ടി ഓടിക്കാനായി തുടങ്ങുകയാ. ഇടയ്ക്ക് നിലത്ത് കാലുകുത്തിയും കുറ്റിയിൽ തട്ടിയും ലൈനിലൂടെ വണ്ടി ഓടിക്കാനായി നിധിക്ക് പറ്റുന്നില്ല. അത് കാണുന്ന RTOയും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇങ്ങനെ ഓടിക്കുന്നത്, പുറത്തിറങ്ങാൻ പറ, വണ്ടി ഓടിക്കാൻ അറിയാത്ത ആളെയാണോ ലൈസൻസ് എടുക്കാൻ കൊണ്ടുവന്നിരിക്കുന്നത്, നന്നായി പഠിച്ചു വരാൻ പറ എന്ന് പറഞ്ഞ് നിധിയെ റിജക്ട് ചെയ്യുകയാ. കൂടെയുള്ളവർ നിധിയോട് പെട്ടെന്ന് പുറത്തിറങ്ങാനായി പറയുമ്പോഴേക്കും വാ എന്ന് വിളിച്ച് സുധീഷ് അവളെ സ്കൂട്ടറിൽ ഇറക്കിക്കൊണ്ട് പോവുകയാ. ടെൻഷനോടെ അവൾ ചോദിക്കുന്നുണ്ട്, എന്താ സുധീഷെ പോവാൻ പറഞ്ഞത്, ഇനി എനിക്ക് ലൈസൻസ് കിട്ടില്ലേ, സോറി സുധീഷ്, ഞാൻ പേടിച്ചു എന്നവൾ പറയേ സുധീഷും പറയുന്നുണ്ട്, നിധി വിഷമിക്കാതെ, ഞാൻ പോയൊന്ന് സംസാരിക്കാം,
അത് കേൾക്കെ നിധിയും പറയുകയാ, അയാൾ നല്ല ദേഷ്യത്തിലാ. നമുക്കൊന്നുകൂടി പഠിച്ച് ഇനി മറ്റൊരു ദിവസം വരാമെന്ന് സുധീഷ് പറയുന്നുണ്ട്. അതൊന്നും വേണ്ട നിധി, ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം. അങ്ങനെ സുധീഷ് ആർട്ടിയുടെ അരികിലേക്ക് ചെന്ന് ആർട്ടിയോടായി പറയുന്നുണ്ട്. അവൾ എല്ലാവരെയും കണ്ട് പേടി കൊണ്ട ഒരു ചാൻസ് കൂടി തരണമെന്ന്. അത് കേൾക്ക് ആർട്ടിയോയും, ആരാ നിങ്ങളെ? ജോലി ചെയ്യുന്നതിനിടയിൽ വെറുതെ വന്ന് ശല്യപ്പെടുത്തുന്നോ? എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കുക. കൂടെയുള്ള മാഡവും ചോദിക്കുന്നുണ്ട്, ആരാ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്? നേരത്തെ വണ്ടി ഓടിച്ചില്ലേ നിധി, ഞാൻ അവളുടെ ഹസ്ബൻഡാ എന്നവൻ പറയെ മാഡവും ചോദിക്കുന്നുണ്ട്. ലൈനിലൂടെ ഓടിക്കാതെ കാലും മുകളിൽ വെക്കാതെ ഇൻഡിക്കേറ്റർ ഇടാതെ ഓടിച്ചയാളല്ലേ എന്നവർ ചോദിക്കേ, അതെ മാഡം. ഇവിടെയുള്ള ആളുകളെല്ലാം കണ്ട് പേടിച്ചു പോയതാ. ഒരു ചാൻസ് കൂടി തരണം പ്ലീസ് എന്ന് സുധീഷ് പറയെ ആർട്ടിയോയും പറയുന്നുണ്ട്. റോഡിലൂടെ 1000 വണ്ടി കടന്നു പോകും. അതെല്ലാം കണ്ട് പേടിച്ചാൽ വണ്ടി ഓടിക്കാൻ കഴിയുമോ? ആദ്യം നന്നായി പഠിച്ചിട്ട് വരാൻ പറ എന്ന് സുധീഷും പറയുന്നുണ്ട്. അല്ല സാർ, അവൾ നന്നായി വണ്ടി ഓടിക്കും. സാർ പ്ലീസ് സാർ, ഒരു അവസരം കൂടി തരൂ സാർ എന്നവൻ അപേക്ഷിക്കുന്നുണ്ടെങ്കിലും അടുത്തയാളോട് വരാൻ പറ എന്ന് ആർട്ടിയോയും പറയുന്നുണ്ട്. കൂടെയുള്ള മാഡവും അപ്പോഴേക്കും വേറെ ആളെ വിളിക്കുകയാണ്. സുധീഷ് അപ്പോഴും ആർട്ടിയോയുടെ അരികിൽ തന്നെ ടെൻഷനോടെ നിൽപ്പാ. അവൻ വിഷമത്തോടെ നിൽക്കുന്ന നിധിയെയും ശ്രദ്ധിക്കുന്നുണ്ട്. സുധീഷ് വീണ്ടും ആർട്ടിയോയെ സാർ എന്ന് വിളിക്കേ. എന്താടോ, എന്തിനെങ്ങനെ ശല്യം ചെയ്യുന്നതെന്ന് അയാളോ? സാർ പ്ലീസ് സാർ, ഒരു ചാൻസ് കൂടി തരണം സാർ. എല്ലാവരും ഓടിച്ചു കഴിഞ്ഞിട്ട് അവൾ ഓടിച്ചു കാണിച്ചോളും സാർ. അതുവരെ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാം പ്ലീസ് സാർ എന്നൊക്കെ അപേക്ഷിക്കുന്നുണ്ടെങ്കിലും ആർട്ടിയോ അവനോട് ദേഷ്യത്തോടെ സംസാരിക്കുകയാ. സുധീഷ് വീണ്ടും അവിടെ തന്നെ നിന്ന് അപേക്ഷിക്കുകയാ. സാർ പ്ലീസ് സാർ, നന്നായി ഓടിക്കുന്നയാളാ, ഒരു ചാൻസ് കൂടി താ. എല്ലാം കണ്ട് ടെൻഷനോടെ സുധീഷ് എന്ന് വിളിച്ച് നിധിയും അവന്റെ അരികിലേക്ക് വരുന്നുണ്ട്. അത് കണ്ട് സുധീഷും പറയുന്നുണ്ട്, നിധി അവിടെ തന്നെ നിന്നോ, ഞാൻ സംസാരിച്ചിട്ട് വരാമെന്ന്. നിധിയും അവൻ അരിയിലേക്ക് വന്ന് പറയുന്നുണ്ട്, സുധീഷേ ഒരു മിനിറ്റ്, എന്റെ ഭാഗത്ത് തന്നെയാ തെറ്റ്, നമുക്ക് നന്നായി പഠിച്ചിട്ട് വരാം. അത് കേൾക്കെ സുധീഷും പറയുന്നുണ്ട്, നിധി ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ ഒന്നുകൂടി ഒന്ന് സംസാരിച്ചു നോക്കട്ടെ. നിധി അങ്ങോട്ട് ചെല്ലുന്ന സുധീഷ് പറയുന്നുണ്ടെങ്കിലും നിധി വീണ്ടും വാ സുധീഷേ, നമുക്ക് പിന്നെ നോക്കാമെന്ന് പറയുകയാ. സുധീഷ് വീണ്ടും പറയുന്നുണ്ട്, നിധി പ്ലീസ്, നിധി അങ്ങോട്ട് മാറി നിൽക്ക്, ഞാനിപ്പോ സംസാരിച്ച് റെഡിയാക്കിയിട്ട് വരാമെന്ന്. അത് കേൾക്കെ നിധിയും ടെൻഷനോടെ അങ്ങോട്ട് മാറി നിൽക്കുക. വീണ്ടും ആർട്ടിയുടെ മുന്നിൽ കൈകൂപ്പി അപേക്ഷിക്കുന്നുണ്ട് സുധീഷ്. അത് കണ്ട് വളരെ ടെൻഷനോടെ അവനെ തന്നെ നോക്കി നിൽപ്പാൻ നിധിയും. അങ്ങനെ സുധീഷിന്റെ ശല്യം ചെയ്തുള്ള അപേക്ഷയ്ക്കൊടുവിൽ അവളോട് അവസാനം വരാൻ പറയുന്ന ആർട്ടിയോ സമ്മതിക്കുക. സുധീഷും സന്തോഷത്തോടെ ഓക്കെ സാർ താങ്ക് യു എന്ന് പറഞ്ഞ് നിധിയുടെ അടുത്തേക്ക് ഓടുകയാണ്. അവൻ സന്തോഷത്തോടെ നിധിയോടായി, നിധി ഒരു ചാൻസ് കൂടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും കഴിഞ്ഞിട്ട് അവസാനം ഓടിക്കാമെന്ന് പറഞ്ഞിരിക്കുക. അതുവരെ നിധി നന്നായി ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, വാ നമുക്ക് അങ്ങോട്ട് പോയി പഠിക്കാമെന്ന് പറഞ്ഞ് വണ്ടിയുമായി അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നതിനിടയിൽ സുധീഷ് അവളോടായി പറയുന്നുണ്ട്, നിധി നന്നായി ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഈ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ നിധി ആഗ്രഹിച്ചതുപോലെ ഈ വണ്ടിയും എടുത്ത് ഓഫീസിലേക്കൊക്കെ പോവാം. നിധിക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട, ഇൻഡിപെൻഡന്റ് ആയി ഇരിക്കാം. അതെല്ലാം എന്നോർത്ത് കോൺഫിഡന്റ് ആയി വണ്ടി ഓടിക്കുക. അപ്പോഴേക്കും ആർട്ടിയുടെ കൂടെയുള്ള മാഡവും ഒരു പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട്, നന്നായി പഠിക്കാതെയാണോ ലൈസൻസ് എടുക്കാൻ വന്നിരിക്കുന്നത്? ഇൻഡിക്കേറ്റർ ഇടാതെയാണോ വണ്ടി ഓടിക്കുന്നത് എന്നൊക്കെ വഴക്കു പറയുന്നത് ശ്രദ്ധിക്കുന്ന നിധിയും പരിഭ്രമത്തോടെ, സുധീഷെ എനിക്ക് പേടിയാവുന്നു, വാ നമുക്ക് പോവാമെന്ന് പറഞ്ഞ് വിളിക്കുക. അല്ല നിധി, ഒരു തവണ കൂടി ട്രൈ ചെയ്യാമെന്ന് സുധീഷും. അത് കേൾക്കെ നിധി വീണ്ടും പരിഭ്രമത്തോടെ, പറ്റില്ല സുധീഷെ എനിക്ക് പേടിയാ, നമുക്ക് പോവാമെന്ന് പറയുകയാ. ഇതൊരു വഴിക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് മനസ്സിൽ പറഞ്ഞ് സുധീഷും തന്റെ അടുത്ത അടവ് പ്രയോഗിക്കുക. എന്താ പറഞ്ഞേ, പേടിയാണെന്നോ? അതെ സുധീഷെ, എനിക്ക് നല്ല പേടിയാവുന്നു എന്ന് നിധിയും. എന്താ നിധിക്ക് അറിയുക? ഇൻഡിപെൻഡന്റ് ആയിരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ മാത്രം മതിയോ? അതിനുവേണ്ടി കഷ്ടപ്പാടുകളെല്ലാം സഹിക്കേണ്ടി വരും. തനിച്ചൊരു വണ്ടി ഓടിക്കാൻ പോലും അറിയില്ല, എന്നിട്ടാണോ ഇൻഡിപെൻഡന്റ് ആയിരിക്കുന്നത്? നന്നായി വാചകം അടിക്കാൻ മാത്രം അറിയാം, വണ്ടി ഓടിക്കാൻ അറിയില്ലേ നിനക്ക്? ഒരു 2 വീലറിൽ ഒരു എട്ടിടാൻ പോലും അറിയില്ല. വലിയ ആർക്കിടെക്റ്റ് ആണ് അത്രേ, ആർക്കിടെക്റ്റ്. വിദേശത്ത് പോവും, അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ വലിയ സ്വപ്നങ്ങളാണല്ലോ. അങ്ങോട്ടൊന്ന് പോയി നോക്ക്, എല്ലാ പെണ്ണുങ്ങളും ലോറി വരെ ഓടിക്കുന്നു. ഇതൊരു സാധാരണ 2 വീലറാ, ഇതുവരെ ഓടിക്കാൻ അറിയില്ലേ, എന്നിട്ടാണ് ലൈസൻസ് എടുക്കാൻ വന്നിരിക്കുന്നത്. നോക്കുന്നിധി, ഇതാണ് ലാസ്റ്റ് ചാൻസ്. ഇത്തവണ റിജക്റ്റ് ആയാൽ പിന്നെ ലൈസൻസ് എടുക്കാമെന്ന ചിന്തയെ വേണ്ട. ഇതോടെ തീർന്നു, എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് കരുതി ഞാൻ എന്റെ പാട്ടിന് പോകും. ഇത്തവണ കൂടി പാസ്സായില്ലെങ്കിൽ ലൈസൻസ് എടുക്കാൻ കഴിയില്ല. ദിവസവും ആ ബസ്സിൽ ഇടിച്ചു കയറി ഓഫീസിലേക്ക് പോവാം. അവിടെ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് തളർന്ന് അതേ ബസ്സിൽ തന്നെ ഇടിച്ചു കയറി വീണ്ടും വീട്ടിലേക്ക് വരാം. ഇത് നിധിയുടെ ലൈഫിന്റെ ഒരു കാര്യമാ, അത് ഓർമ്മയിൽ വെച്ച് വണ്ടി ഓടിക്കുക എന്നൊക്കെ സുധീഷ് വഴക്കു പറയേ. നിധിയും ദേഷ്യത്തോടെ, മതി നിർത്ത്, ഞാൻ വണ്ടി ഓടിച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വണ്ടി താ എന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ നിന്ന് വണ്ടി പിടിച്ചു വാങ്ങി പോവുകയാ. പിന്നീട് ഏറ്റവും ഒടുവിൽ ആർട്ടിയോ നിധിയുടെ പേര് വിളിക്കുന്നുണ്ട്. നിധി വളരെ കോൺഫിഡൻസോട് കൂടി വണ്ടി ഓടിച്ച് എട്ടെടുക്കുകയാ. സന്തോഷത്തോടെ അത് നോക്കി നിൽക്കുകയാ സുധീഷും തോമസ് ചേട്ടനുമെല്ലാം. അവൾ എട്ടെടുത്ത് കഴിയുമ്പോഴേക്കും റെഡിയല്ലേ സാർ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ഓക്കെ എന്ന് സാർ പറയേ. താങ്ക് യു സാർ, പേരൊന്ന് നോട്ട് ചെയ്തേക്കെന്ന് സുധീഷും പറയുകയാ.
തോമസ് ചേട്ടൻ ആർട്ടിയുടെ അരികിൽ ചെന്ന് സംസാരിക്കുമ്പോഴേക്കും സുധീഷ് നിധിയോടായി പറയുന്നുണ്ട്, സൂപ്പർ നിധി, നെഗറ്റീവ് മോട്ടിവേഷൻ നന്നായി വർക്കായല്ലോ എന്ന് സുധീഷ് പറയുന്നത് കേൾക്കേ. അപ്പോൾ നിങ്ങൾ എന്നെ കാര്യമായിട്ട് വഴക്ക് പറഞ്ഞതാണോ എന്ന് നിധിയും ചോദിക്കുക. അതെ നിധി, ഞാൻ ക്ഷമയോടെ പറഞ്ഞപ്പോൾ നിധി കേട്ടില്ല, എന്നാ പിന്നെ വഴക്കു പറയാമെന്ന് വിചാരിച്ചു, അത് വർക്കൗട്ടായി എന്ന് സുധീഷ് പുഞ്ചിരിയോടെ പറയേ. സുധീഷ് എന്നെ ശരിക്കും വഴക്കു പറഞ്ഞെന്നാ ഞാനും വിചാരിച്ചതെന്ന് നിധിയും. ഞാനങ്ങനെ വഴക്കു പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിധി നന്നായി വണ്ടി ഓടിക്കുമായിരുന്നു എന്നവൻ ചോദിക്കെ സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടുകയാ നിധിയും. സുധീഷും സന്തോഷത്തോടുകൂടി അവളെ നോക്കി പുഞ്ചിരിച്ചു നിൽപ്പാ. അവിടെ തോമസ് ചേട്ടൻ ആർട്ടിയോട് സംസാരിക്കുന്നത് നോക്കി ചിരിയോടെ നിൽപ്പാ സുധീഷ്. നിധി അപ്പോഴും പുഞ്ചിരിയോടെ സന്തോഷത്തോടെ സുധീഷിനെ തന്നെ നോക്കി നിൽപ്പാ. രാവിലെ വൈകി ഉറക്കമുണരുകയാ നീതു. അവൾ തന്റെ മൊബൈൽ എടുത്ത് ഗുഡ് മോർണിംഗ് എന്ന് ഹരീഷിന് മെസ്സേജ് അയക്കുന്നുണ്ട്. തിരിച്ച് റിപ്ലൈ ഒന്നും കാണാഞ്ഞ് ഹരീഷ് ഉറങ്ങുകയാണോ? സമയം 9 മണിയായല്ലോ. ആ ചേട്ടൻ പോയിട്ടുണ്ടാവുമോ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ച് അവൾ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാ. നീതുവിനെ കണ്ട് അവളുടെ അമ്മ വീണ്ടും വഴക്കു പറയുകയാ. അവളുടെ അമ്മ വീണ്ടും ചൂലെടുത്ത് അവളെ അടിക്കാനായി തുടങ്ങുമ്പോഴേക്കും അവളുടെ അച്ഛനും തടയുന്നുണ്ട്. രാവിലെ തന്നെ വഴക്കുണ്ടാക്കുന്നു എന്ന് ചോദിച്ച് നീതുവിനോടായി പറയുന്നുണ്ട്. നോക്കു നീതു, ഞങ്ങൾക്ക് ഹരീഷിനെ ഇഷ്ടമല്ല. ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഒഴിവാക്കണ്ടേ എന്നച്ഛൻ ചോദിക്കേ. നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്നതുകൊണ്ട് ഞാൻ എന്തിനൊഴിവാക്കണം എന്ന് നീതുവും ചോദിക്കുക. അത് കേട്ട് അവളുടെ അമ്മ വീണ്ടും അവളെ വഴക്കു പറയുമ്പോഴേക്കും നീ ഒന്നും മിണ്ടാതെ നിൽക്ക്, ഞാൻ അവളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയല്ലേ. നോക്കു നീതു, ദിവസവും നമ്മുടെ വീട്ടിൽ വഴക്കുണ്ടാവുന്നത് അയൽവാസികളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാരോടും ഞാൻ എന്ത് മറുപടി പറയണം? അതുകൾക്ക് അവളുടെ അമ്മയും പറയുന്നുണ്ട്, ഇവൾ ഇങ്ങനെ നമ്മളെ നാണം കെടുത്തതിന് നല്ലത് നമ്മളെല്ലാവരും കൂടി അങ്ങ് ചത്തു കളയുന്നതാ. അത് കേട്ട് നീതുവും ചോദിക്കുക, നിങ്ങൾ എല്ലാവരും എന്തിനു ചാവണം? എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ഹരീഷിനെ ഇഷ്ടമാ, ഞാൻ അവനോട് സംസാരിക്കുകയും ചെയ്യും. അതുകൾക്ക് അമ്മയും ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് എന്താ കുഴപ്പമെന്നോ? നീ അവനെ കല്യാണം കഴിച്ചു പോയാലും ഞങ്ങൾ ഇവിടെ തന്നെയല്ലേ താമസിക്കേണ്ടത്? നാട്ടുകാരെല്ലാം ഞങ്ങളെ നോക്കി പരിഹസിക്കും. അവരുടെ ചോദ്യങ്ങൾക്ക് ഞങ്ങൾ എന്ത് മറുപടി കൊടുക്കും? ആ പരിഹാസം സഹിക്കാനാവാതെ ഞങ്ങളെല്ലാം ചത്തു കളയേണ്ടി വരില്ലേ? അത് കേട്ട് നീതുവും പുച്ഛത്തോടെ പറയുകയാ, ഇങ്ങനെ സെന്റിമെന്റ്സ് പറഞ്ഞ് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാതെ. ആരെങ്കിലും ചോദിച്ചാൽ അവൾ എന്റെ മകളല്ല, ഒരേയൊരു മകൻ മാത്രമേ ഉള്ളൂ എന്ന് പറ. എങ്ങനെ പറയണമെന്ന് ഞാൻ അമ്മയെ പഠിപ്പിക്കേണ്ടതില്ലല്ലോ എന്നവൾ ചോദിക്കുമ്പോഴേക്കും അവളുടെ മൊബൈലിലേക്ക് ഹരീഷിന്റെ കോൾ വരികയാ. ഹരീഷ് ആണെന്ന് കണ്ട് അവൾ സന്തോഷത്തോടുകൂടി കോൾ എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും ആരാടിന്ന് ചോദിച്ച് അമ്മ ആ മൊബൈൽ പിടിച്ചു വാങ്ങുകയാ. അത് നോക്കി അവർ അച്ഛനോടായി പറയുന്നുണ്ട്, കണ്ടോ, ഹരീഷാണ് വിളിക്കുന്നത്. ഹരീഷിന്റെ നമ്പർ ഹാർട്ട് വെച്ചാ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ പറയുന്നത് ഇവൾ അനുസരിച്ചാലും അവൻ കേൾക്കില്ല. അവനാണ് എല്ലാത്തിനും കാരണം. അവൾ സംസാരിച്ചാലേ ഞാൻ സംസാരിക്കൂ, അവള് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ സംസാരിക്കില്ലെന്ന് ഒന്നും അറിയാത്തതുപോലെ പറയും. അതുകൾക്ക് നീതുവും ദേഷ്യത്തോടെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുകയാ, ഹരീഷിനെ കുറിച്ച് അനാവശ്യം പറയരുത്, ആ ഫോൺ ഇങ്ങുതാ എന്ന് പറഞ്ഞ് അമ്മയുടെ കയ്യിൽ നിന്ന് ആ ഫോൺ പിടിച്ചു വാങ്ങാനായി ശ്രമിക്കുകയാ നീതു. അമ്മയും ദേഷ്യത്തോടെ, നിനക്ക് ഈ ഫോൺ അല്ലേ വേണ്ടത്? ഇതുള്ളത് കൊണ്ടല്ലേ നീ അവനോട് സംസാരിക്കുന്നത്? ഇനി നീ എങ്ങനെ സംസാരിക്കുമെന്ന് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് ആ മൊബൈൽ നിലത്തേക്ക് വലിച്ചെറിയുകയാ നീതുവിന്റെ അമ്മ. അയ്യോ, എന്റെ ഫോൺ, അമ്മയ്ക്ക് ഭ്രാന്താണോ എന്ന് ചോദിച്ച് നീതു ഓടിച്ചെന്ന് ആ ഫോൺ എടുത്തു നോക്കി. എന്തിനാ എന്റെ ഫോൺ പൊട്ടിച്ചത്? എന്റെ ഫോൺ പൊട്ടിയത് കണ്ടോ എന്ന് നീതു സങ്കടത്തോടെയും ദേഷ്യത്തോടെയും ചോദിക്കുന്നുണ്ട്. അത് പൊട്ടാനായി തന്നെ വലിച്ചെറിഞ്ഞതാ. ഇനി നീ അവനോട് എങ്ങനെ സംസാരിക്കും? ഞാനൊന്ന് കാണട്ടെ എന്നമ്മ വെല്ലുവിളിക്കേ. ഫോണില്ലെന്ന് കരുതി ഞാൻ സംസാരിക്കില്ലെന്ന് കരുതിയോ? ഞാൻ നേരിട്ട് ചെന്ന് സംസാരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും എന്നവൾ ചോദിക്കേ. നീ അവനെ കണ്ട് സംസാരിക്കുമോടി എന്ന് ചോദിച്ച് അമ്മ ചൂലെടുത്ത് അവളെ അടിക്കാനായി വരുമ്പോഴേക്കും അമ്മ അവളെ തടയുന്നുണ്ട്. അച്ഛനെ വഴക്കു പറഞ്ഞ് അമ്മ വീണ്ടും നീതുവിനെ അടിക്കുകയാ. നിങ്ങൾ എന്നെ എത്ര തല്ലിയാലും ഞാൻ ഹരീഷിനെ കാണും, സംസാരിക്കും. അവനെ തന്നെ ഞാൻ കല്യാണവും കഴിക്കും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നിങ്ങൾ ചെയ്യേ എന്ന് പറഞ്ഞ് നീതു ദേഷ്യത്തോടെ റൂമിലേക്ക് കയറി ഡോർ അടയ്ക്കുകയാ. റൂമിലേക്ക് കയറുന്ന അവൾ സങ്കടത്തോടെ ബെഡിലേക്കിരുന്ന് ആ പൊട്ടിയ ഫോൺ നോക്കി ഇരിപ്പാ. നീതുവിന്റെ അച്ഛനും അവളുടെ അമ്മയെ കുറ്റപ്പെടുത്തി വഴക്കു പറയുകയാ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.